അടുത്തത് അതിന്റെ ഫാമിലി ആസ്പെക്ട്സിനെ പറ്റി പറയുന്നു മിസ്സസ് സൂസൻ ജേക്കബ്. തിരുമേനി, വന്ദിരായ വൈദിക ശ്രേഷ്ഠരെ, കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, മലങ്കര സഭയിൽ സ്ത്രീ പ്രാതിനിധ്യം കുടുംബത്തിൽ അതേപ്രകാരമാണ്. എന്താണ് കുടുംബം? ക്രിസ്തീയ കുടുംബം എന്ന് പറയുന്നത് ദൈവരാജ്യത്തിൻ്റെ പ്രതിരൂപമാണ്. ഈ ക്രിസ്തു രാജ്യത്തിൻ്റെ പ്രതിരൂപമായി ഈ കുടുംബത്തിലെ സ്ത്രീ എപ്രകാരമുള്ളവളായിരിക്കണമെന്ന് സങ്കീർത്തനം 128 നാം വായിക്കുന്നു. നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെ. അതേ പ്രിയമുള്ളവരെ, ഫ്രൂട്ട്ഫുൾ വൈൻ, ഫലപ്രദമായ മുന്തിരിവള്ളി എന്നാണ് സ്ത്രീയെ വിശേഷിപ്പിക്കുന്നത്. ഈ സ്ത്രീ നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവളാണ്. ജർമ്മൻ കവിയായ കോൾഷകൽ പറയുന്നു, ഒരു കുടുംബം നന്മയിൽ വളരണമെങ്കിൽ അതിൻ്റെ കേന്ദ്രസ്ഥാനത്ത് സ്നേഹമുള്ള ഒരു സ്ത്രീ ഉണ്ടായിരിക്കണം. അതേ പ്രിയമുള്ളവരെ, കേന്ദ്രസ്ഥാനത്താണ് സ്ത്രീ ഉണ്ടായിരിക്കേണ്ടത്. സദൃശവാക്യങ്ങളിൽ സഭാപ്രസംഗം ജ്ഞാനിയായ ശലോമോൻ പറയുന്നു, സ്ത്രീകളിൽ ജ്ഞാനമുള്ളവൾ തൻ്റെ വീട് പണിയുന്നു, ഭോഷത്വമുള്ളവളോ അത് പൊളിച്ചു കളയുന്നു. എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാർ തന്നെ പറയട്ടെ, നിങ്ങളുടെ സ്ത്രീകൾ വീട് പണിയുന്നവരോ അതോ പൊളിച്ചു കളയുന്നവരോ? രൂത്തിൽ നാം വായിക്കുന്നു, ലേയയും റാഹേലും അവർ ഇരുവരുമല്ലോ ഇസ്രായേൽ ഗൃഹം പണിതത്. ലേയയും റാഹേലും ആരായിരുന്നു പ്രിയമുള്ളവരെ? അവർ സ്ത്രീകളായിരുന്നു. അവർ ഇസ്രായേൽ ഗൃഹം പണിതവരാണ്. അവിടെ പറയുന്നില്ല, രണ്ട് പുരുഷന്മാരുടെ പേരല്ല അവിടെ പറയുന്നത്. ഒരു മകന്റെയോ മകളുടെയോ യഥാർത്ഥമായ കഴിവ് വെളിവാക്കുവാൻ ആർക്കാണ് സാധിക്കുന്നത്? സ്വന്തം അമ്മയ്ക്കാണ്. അതാണ് നാം കാനാവിലെ കല്യാണ വിരുന്നിൽ കാണുന്നത്. പ്രിയ മാതാവാണ് തിരിച്ചറിയുന്നത് തൻ്റെ മകന് കാനാവിലെ കല്യാണ വിരുന്നിൽ വെള്ളം വീഞ്ഞാക്കാൻ സാധിക്കുന്നത്. അവിടെ ആ ഒരു പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ ആ വനിത ആ കുടുംബത്തിന്റെ അപമാനം നീക്കുവാൻ വേണ്ടി ഉയരുകയാണ്. തൻ്റെ മകനെ അതിനുവേണ്ടി ഉപദേശിക്കുകയാണ്. ഞാൻ പറയട്ടെ, പലപ്പോഴും ഈ സ്ത്രീയുടെ മഹത്വം നമ്മുടെ കുടുംബങ്ങളിൽ മനസ്സിലാക്കപ്പെടാതെ പോകുന്നു. എന്താണ് അതിന് കാരണം? ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക. സ്വന്തം പിതാവോ മാതാവോ അമ്മയെ ബഹുമാനിക്കാതെ വരുമ്പോൾ, ഭാര്യയെ ബഹുമാനിക്കാതെ വരുമ്പോൾ അത് കണ്ടു വളരുന്ന പിൻതലമുറക്കാരും അങ്ങനെ തന്നെയാകും. തോമസ് പോൾ സാർ ഇവിടെ പറയുകയുണ്ടായി, ഏതോ കാലത്ത് ഇവിടെ 400 പേരുണ്ടായിരുന്നു, ഇപ്പം 350 പേരേ ഉള്ളൂ. അതിന് കാരണം ഭർത്താവ് വീട്ടിലിരിക്കുകയാണെന്ന്. ഞാനും എൻ്റെ ഭർത്താവും കൂടെ ഒന്നിച്ചാണ് ഇവിടെ പൊതുയോഗത്തിന് വന്നത്. തോമസ് പോളൻ സാറിനോ മറ്റു ഭർത്താക്കന്മാർക്കോ അതിന് കഴിവില്ലെങ്കിൽ, നിങ്ങൾക്ക് അതിനകത്ത് സജീവ പങ്കാളിത്തമില്ലാത്തത് കൊണ്ടാണ്. സ്വന്തമായി ആ ഒരു കുടുംബജീവിതത്തിൽ ഒരു പങ്കാളിത്തം ഉണ്ടാക്കാൻ കഴിവില്ലെങ്കിൽ ആ കുറവ് സമ്മതിച്ചു തരികയാണ് വേണ്ടത്. പെൺമക്കളെ അടിച്ചമർത്തുകയല്ല പ്രിയമുള്ളവരെ വേണ്ടത്. ഒരു പങ്കാളിത്തമാണ് കുടുംബജീവിതം എന്ന് മനസ്സിലാക്കാൻ സാധിക്കണം. നിങ്ങൾ പറയുമായിരിക്കും, ഇനിയും ഞാൻ പറയട്ടെ, ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ സാമ്പത്തിക ഭദ്രതയ്ക്ക് പോലും ഈ കുടുംബിനി ഉതകുന്നു. ഇന്ന് സ്ത്രീ ജോലിക്ക് പോകുന്നു, അവൾ സമ്പാദിക്കുന്നു. നിങ്ങൾ പറഞ്ഞേക്കാം സ്ത്രീ ജോലിക്ക് പോകുമ്പോൾ അവിടെ കുടുംബം വല്ലാത്ത അവസ്ഥയിലാകുമെന്ന്. ഇല്ല പ്രിയമുള്ളവരെ, ഒരു കുടുംബിനി ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ ആ സ്ത്രീയുടെ മക്കൾ സ്വയം പര്യാപ്തരായി വളരും. സ്വയം പര്യാപ്തരായി വളരും. അതുമാത്രമല്ല, അവൾക്ക് ആനുകാലിക പ്രാധാന്യമുള്ള കാര്യങ്ങളിൽ തൻ്റെ ഭർത്താവിനും വേണ്ടുന്ന ഉപദേശം നൽകുവാൻ സാധിക്കും. രണ്ട് പേരും ഒന്നിച്ച് വരുമ്പോൾ മാത്രമാണ്. ഞാൻ ഇടയ്ക്ക് സൂചിപ്പിച്ചോളട്ടെ, ഓഡിയൻസിന് പറയാനുള്ള അവസരമുണ്ട്. ദയവ് ചെയ്ത് ആവശ്യമില്ലാതെ അധിക സംസാരം ഉണ്ടാക്കി ശല്യം ഉണ്ടാക്കുന്നത്. ഞങ്ങൾക്ക് 5 മിനിറ്റ് മാത്രമേ ഉള്ളൂ ഇവിടെ. അത് മാത്രമല്ല, ഞാൻ പറയട്ടെ, ചേതൻ ഭഗത് എന്ന പ്രമുഖനായ എഴുത്തുകാരൻ അദ്ദേഹം പറയുന്നു, അദ്ദേഹത്തിന്റെ മാതാവ് 40 വർഷം ജോലി ചെയ്തവളാണ്. ടൈംസ് മാഗസിൻ പറയുന്നു, ഇന്ന് ലോകത്തെ നിയന്ത്രിക്കുവാൻ സ്വാധീനിക്കുവാൻ കഴിയുന്ന 100 വ്യക്തികൾ ഒരാളാണ് ചേതൻ ഭഗത്. ആ ചേതൻ ഭഗത്തിനെ വാർത്തെടുക്കുവാൻ ആ അമ്മയ്ക്ക് കഴിഞ്ഞുവെങ്കിൽ, ഞാൻ പറയട്ടെ, ഓർത്തഡോക്സ് സഭയുടെ ഒരു വലിയ ഉദാഹരണം, കണ്ടത്തിൽ ഫാമിലി മിസ്റ്റർ മാത്യുവും മിസ്സസ് മാത്യുവും ഒരേപോലെ തിളങ്ങി നിന്നു. ആ വനിതാരത്നം പാചകം ചെയ്യാനും അറിയുന്നവരായിരുന്നു. അവരുടെ മകൾ ഇവിടെ സ്തുതിയിൽ അംഗമായി ഇവിടെ എത്തി നമ്മൾ കണ്ടു. അതിനർത്ഥം എന്താണ്? ഒരു പങ്കാളിത്തം ഉണ്ടെങ്കിൽ, കൂട്ടുത്തരവാദിത്വം ഉണ്ടെങ്കിൽ ഏത് നിലയിൽ വരെയും എത്താൻ ഒരു സ്ത്രീക്ക് സാധിക്കും. ഞാൻ പറയട്ടെ, എൻ്റെ പിതാവ് ഒരു പുരോഹിതനായിരുന്നു. എൻ്റെ അമ്മ ഒരു VHSയുടെ പ്രിൻസിപ്പളായി റിട്ടയർ ചെയ്തു. ഇന്ന് വരെയും കുടുംബ പ്രാർത്ഥനയോ പള്ളി ആരാധനകളിലോ ഞങ്ങൾ ഒരിക്കലും മുടക്കം വരുത്തിയില്ല. എൻ്റെ പിതാവ് 17 വർഷം മുന്നേ എന്നെ വിട്ടുപിരിഞ്ഞെങ്കിൽ എൻ്റെ അമ്മ കാരണമാണ് ഇന്ന് സഭയ്ക്കൊരു വൈദികൻ ഉണ്ടായിരിക്കുന്നത്. എൻ്റെ സഹോദരനാണ്. തീർച്ചയായും ഞാൻ പറയട്ടെ, ആ അമ്മ ജോലിക്ക് പോയത് കൊണ്ടോ പള്ളി ആരാധനകൾ സംബന്ധിച്ചതുകൊണ്ടോ സ്ത്രീ സമാജത്തെ സംബന്ധിച്ചതുകൊണ്ടോ മുൻനിരയിൽ വന്നുകൊണ്ടോ ഞങ്ങളുടെ കുടുംബത്തിന് യാതൊരു ഇതും. ഞാൻ എന്തുകൊണ്ട് എൻ്റെ കുടുംബത്തെ തന്നെ ഉദാഹരണമായി എടുത്തെന്ന് പറഞ്ഞാൽ, തോമസ്
പോൾ സാറിന് എന്തുകൊണ്ടോ തോന്നി. ഇവിടെ പ്രിയ സഹോദരി പറയുണ്ടായി, നാരി നട്ടണം എന്ന് പറഞ്ഞൊരു ചൊല്ല് പറയട്ടെ. ഞാൻ പറയട്ടെ, എത്ര നാര്യസ്തു പൂജ്യന്തേ രമന്തരേ തത്ര ദേവത. ഇതാരെങ്കിലും കേട്ടിട്ടുണ്ടോ? ആർഷഭാരത സംസ്കാരമാണ് ഇവിടെ. ഇതൊക്കെ അറിഞ്ഞുകൂടാത്തവർ പലരും ആരാധനയ്ക്ക് പ്രാധാന്യം നൽകുന്ന, വിശ്വാസത്തിൽ അടിയുറച്ച ധർമ്മബോധത്തിന്റെ നേർക്കാഴ്ചയായിരിക്കണം, മഹത്വൽകൃതമായ ഒരു സ്ത്രീത്വമായിരിക്കണം ഓരോ കുടുംബത്തിന്റെയും ലക്ഷ്യം. ഭാവശുദ്ധിയുള്ള സ്ത്രീകളും സ്ത്രീകളെ മാനിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹമാണ് നമുക്ക് ആവശ്യം. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരും ക്രിസ്തീയ വേലയ്ക്ക് വലം വെച്ചുമായ സ്ത്രീകൾക്ക് തിരുവചനത്തിന്റെ പരിധിക്കുള്ളിൽ കൊണ്ട് തന്നെ ധാരാളം പ്രവർത്തിക്കുവാൻ സാധിക്കുന്നതാണ്. ഞാനെന്ന് പറയട്ടെ, എന്തുകൊണ്ട് ഇന്നും പല ഇടവകളിലും നമ്മുടെ ഭരണഘടനയുടെ ഭേദഗതിയും പിതാക്കന്മാരുടെ കൽപ്പനയും ഒരു മരീചികയായി തുടരുന്നു? നമ്മുടെ മാനസികമായ അടിമത്തമാണ് അതിന് കാരണം. ഇന്നും സഭാ മാനേജിംഗ് കമ്മിറ്റിയിലോ ഇതിലോ സ്ത്രീത്വത്തിന് ഒരു അംഗീകാരം കൊടുക്കാതെ വരുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ഇപ്പോഴും മാനസികമായ അടിമത്തത്തിന് പുരുഷൻ ഭയപ്പെടുന്നു. സ്ത്രീ വന്നു കഴിഞ്ഞാൽ എന്റെ സ്ഥാനം മാറിപ്പോകുമോ, അവൾ എന്നേക്കാൾ കഴിവുള്ളവളാണ്, അവൾ വന്നു കഴിഞ്ഞാൽ എനിക്ക് യാതൊരു നിവർത്തിയുമില്ല. ആ ഒറ്റ കാരണം കൊണ്ടാണ് നമുക്ക് വിമോചകനായ ക്രിസ്തു ഒരു വിമോചനം ഉണ്ടാകുവാൻ നമ്മളെ എല്ലാവരും പ്രാപ്തരാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ആവേശോജ്വലവുമായി അവസാനിപ്പിക്കുവാനായിട്ട് സാധിച്ചു. സ്വന്തം കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന് സംസാരിക്കുകയുണ്ടായി. സ്ത്രീ ഗൃഹം പണിയുന്നവളെന്ന് പറഞ്ഞാണ് തുടങ്ങിയത്. പങ്കാളിത്തം നൽകണം എന്നുള്ളതാണ് അദ്ദേഹം ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെ സഭ പങ്കാളിത്തം കൊടുത്തിട്ടില്ല എന്ന് പറയുന്ന ആശയത്തോട് ഇപ്പോൾ ഈ പുതിയ ഭേദഗതികളുടെ അഭിപ്രായത്തിൽ ഒരു വിയോജനം വന്നേക്കാം, അല്ലേ? പങ്കാളിത്തം കൊടുക്കുന്നുണ്ട്. പിന്നീട് മാനസികമായ അടിമത്തം, അത് ഏത് അർത്ഥത്തിൽ ഉപയോഗിച്ചെന്ന് എനിക്കറിയാൻ വയ്യ. സ്ത്രീകൾക്കുള്ളതാണ് മാനസികമായ അടിമത്തം. അതെ, ദയവായിട്ട് അവർക്ക് തോന്നുന്നു അവർ അടിച്ചേൽപ്പിക്കുന്ന ഒന്നല്ലല്ലോ. ഇവിടെ പ്രാവർത്തികമായിട്ടില്ല. അതിനെക്കുറിച്ച് അതെ ചർച്ച ചെയ്യാൻ ഒരുപാട് പേര് ഇങ്ങനെ ചൂടുപിടിച്ച് കൊണ്ട് ബാക്കി രണ്ടുപേരെയും കൂടെ വിളിക്കാം. മനോജ് പറയാൻ അവസരമുണ്ട്. പറ്റി സംസാരിക്കുന്നു മിസസ് ഷേർലി ജോർജ്. ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, വേദിയിരിക്കുന്ന വിശിഷ്ടാതികളെ, പ്രിയ സഹോദരങ്ങളെ, എൻ്റെ സഭയാണ് എൻ്റെ ആധാരം. ഞാൻ ദൈവത്തോടും കൗദാശിക ജീവിതത്തോടും എൻ്റെ ഭർത്താവും എൻ്റെ മക്കളും വാങ്ങിപ്പോയ എൻ്റെ പിതാക്കന്മാരും ആത്മീയ പിതാക്കന്മാരോടും എല്ലാം ബന്ധപ്പെട്ടിരിക്കുന്നത് സഭയിൽ കൂടിയാണ്. ഞാൻ എൻ്റെ സഭയെ സ്നേഹിക്കുന്നു. ദൈവം കൽപ്പിച്ചിരിക്കുന്ന എൻ്റെ ദൗത്യവും സഭയെ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന എൻ്റെ കടമയും ഞാൻ നിങ്ങളുമായി പങ്കിടുവാൻ ആഗ്രഹിക്കുന്നു. സദൃശ്യവാക്യങ്ങൾ 31-ാം അധ്യായം 10-ാം വാക്യം. സാമർഥ്യമുള്ള ഭാര്യയെ ആർക്കു കിട്ടും, അവളുടെ വില മുത്തുകളിലും ഏറും. ദൈവം സ്ത്രീയെ സൃഷ്ടിച്ച് പുരുഷന് കൂട്ടായി കൊടുത്തപ്പോൾ ഭൂമിയിൽ ആദ്യമായി കുടുംബമുണ്ടായി. കൂടുമ്പോൾ ഇമ്പമുണ്ടാവുന്നതാണ് കുടുംബം എങ്കിൽ ഇമ്പമില്ലെങ്കിലോ അവിടെ ഭൂകമ്പമായി മാറുന്നു. സ്ത്രീ ആണ് വീട്ടിലുള്ളിലെ ഊർജത്തിൻ്റെ ഉറവിടം. അവളുടെ ഉള്ളിലെ പ്രകാശം മറ്റുള്ളവരിലേക്ക് പ്രസരിക്കുന്നു. സ്ത്രീയുടെ ആത്മപ്രകാശം ചുറ്റുമുള്ള മനസ്സുകളെ സദാ ദീപ്തമാക്കുന്നു. സ്ത്രീ ആത്മീയമായി ഉണരണം. ആത്മീയയുടെ പ്രകാശം അറിയുമ്പോൾ ഒരു കുടുംബം മുഴുവനുമാണ് ഇരുട്ടിൽ നിന്ന് കരകയറുന്നത്. പൊതുവെ സ്ത്രീകൾക്ക് ആദരപൂർവമായ സ്ഥാനമാണ് എവിടെയും നൽകുന്നത്. അത് സദസ്സിലായാലും സഭയിലായാലും പൊതുസ്ഥലത്തായാലും. സ്ത്രീകൾ തങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ശരിയാവണ്ണം നിർവഹിച്ചാൽ ഉത്തമരായ സഭാ നേതൃത്വങ്ങളെ സഭയ്ക്ക് കാഴ്ചവെക്കാൻ തക്കവണ്ണം അനുഗ്രഹിക്കപ്പെട്ട തലമുറയെ വാർത്തെടുക്കുവാൻ സാധിക്കും. സ്ത്രീകൾക്ക് പുരുഷനോടൊപ്പം എല്ലാ സഹകരണങ്ങളും നൽകാം, എന്നാൽ പുരുഷൻ തന്നെ തല ആയിരിക്കണം. മദർ തെരേസ ഒരു പുരോഹിതയോ ബിഷപ്പോ ഒന്നും ആയിരുന്നില്ല, പക്ഷേ മദർ ക്രിസ്തു മതത്തിൻ്റെ ഒരു എംബ്ലമായി മാറി. സ്ത്രീ ഭവനത്തിലെ ഫലപ്രദമായ മുന്തിരിവള്ളിയാണ്. അപ്പോൾ അവൾക്ക് സപ്പോർട്ടായി പുരുഷനുണ്ടാകണം. അവൾ പടർന്ന് പന്തലിച്ച് കുടുംബത്തിന് വേണ്ട സംരക്ഷണം നൽകുന്നു. മുന്തിരിവള്ളിയുടെ കീഴിൽ നിൽക്കുന്നവർക്ക് ആശ്വാസവും സംരക്ഷണവും ലഭിക്കുന്നു. അവൾ നന്നേ രാവിലെ ഉണർന്ന് അധ്വാനിക്കുന്നു. സ്ത്രീ ഫലപ്രദമായ മുന്തിരിവള്ളിയാകുമ്പോൾ മക്കൾ മേശയ്ക്ക് ചുറ്റുമുള്ള ഒലിവ് തൈകൾ പോലെയാകും. ആദ്യത്തെ സുവിശേഷക, ആദ്യത്തെ ആമീൻ പറഞ്ഞത് കന്യകമറിയാം ആയിരുന്നു. മാതാവിൻ്റെ സമർപ്പണം ഒന്നും കൊട്ടിഘോഷിച്ചിട്ടില്ല. മാതാവിൻ്റെ തിയോളജി ഇതായിരുന്നു: അവൻ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ അത് ചെയ്യുകയും. തൻ്റെ ദൗത്യം ഒന്നും പരസ്യമാക്കാതെ ആരും കാണാതെ പുറകിൽ നിന്ന് ചെയ്തതേ ഉള്ളൂ മാതാവ്. എക്സാമ്പിൾ, കാനാവിലെ കല്യാണം. അവിടെ കാണുന്നത് നമ്മൾ മാതാവിൻ്റെ മധ്യസ്ഥതയാണ്.
രണ്ടാമത്തെ ഉദാഹരണം 5 അപ്പവും 2 മീനും. അവിടെ തൻ്റെ മകനോടുള്ള അമ്മയുടെ കരുതലാണ്. ഹെരോദ്യ രാജാവിൻ്റെ ഭാര്യയായ ഹെരോദ്യ നിമിത്തം ഒരു വലിയ പ്രവാചകന്റെ അന്ത്യം. ഇതിൽ സ്ത്രീ എണീറ്റപ്പോൾ ഉണ്ടായ വീഴ്ചയാണ് നാം അവിടെ കാണുന്നത്. ചുരുക്കത്തിൽ സ്ത്രീകൾ കുടുംബത്തിൻ്റെ ബാക്ക് ബോൺസ് ആണ്. ഒരു ക്രിസ്തീയ ജീവിതത്തിൽ ഒരു സ്ത്രീയുടെ പങ്കാളിയെ പറ്റി വചനം പറയുന്നു, സ്ത്രീകൾ ബുദ്ധിയുള്ളവരും വിവേകമുള്ളവരും കേൾക്കാൻ വേഗതയുള്ളവരും സംസാരിപ്പാൻ സാവകാശമുള്ളവരുമായിരിക്കണമെന്ന്. പ്രശ്നങ്ങളുടെ നടുവിൽ തളരാതെ മുട്ടിപ്പോടെ പ്രാർത്ഥിക്കുന്ന സ്ത്രീ ഒരു കുടുംബത്തിൻ്റെ നെടുതൂണായി കുടുംബത്തെ താങ്ങി നിർത്തുന്നു. സ്ത്രീ കന്യക മറിയത്തെ പോലെ ജീവിത വിശുദ്ധിയും വിനയമുള്ളവളായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന പുരുഷൻ യൗസേപ്പിനെ പോലെ നീതിമാനും ആയിരിക്കണമെന്നുള്ളത് വേദശാസ്ത്രപരമായ ഒരു സത്യമാണ്. സാമർഥ്യമുള്ള സ്ത്രീയെ ആർക്ക് കിട്ടും? അത് വിലയേറിയ രത്നത്തെക്കാൾ വിലമതിക്കപ്പെട്ടതാണ്. അപ്പോൾ സ്ത്രീയുടെ പ്രാധാന്യം എത്രമാത്രമെന്ന് നിങ്ങൾ ചിന്തിക്കുക. നന്ദി, നമസ്കാരം. മദർ ക്രിസ്തുവിൻ്റെ എംബ്ലമായി മാറി. അതിമനോഹരമായ ഒരു ഉപമയായിരുന്നു അത്. മറ്റു കാര്യങ്ങൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളിലൂടെയാണ് കടന്നുപോയിരിക്കുന്നത്. എങ്കിലും വളരെ മനോഹരമായി അവതരിപ്പിക്കാൻ സാധിച്ചു. നന്ദി. അടുത്ത ഇതിന്റെ ലീഡർഷിപ്പ് ആസ്പെക്ട്സിനെ പറ്റി സംസാരിക്കുന്നു മിസ്റ്റർ ആന്റോ എബ്രഹാം. ദൈവത്തിന് അഭിവന്ദ്യ തിരുമേനി, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇത്തരം സംവാദങ്ങളെല്ലാം ഒരു ആകെത്തുക എന്ന് പറയുന്നത് നേതൃത്വ നിരയിലേക്ക് വനിതകൾ കടന്നു വരണം എന്നുള്ളതുകൊണ്ട് ഈ വിഷയത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. സമയം ചുരുക്കിയതുകൊണ്ട് പ്രാദേശിക തലത്തിൽ, ദേശീയ തലത്തിൽ, അന്തർദേശീയ തലത്തിൽ സ്ത്രീകൾ നേതൃത്വ നിരയിലേക്ക് കടന്നു വന്ന് വിജയിച്ചിട്ടുള്ള ചില വ്യക്തിത്വങ്ങളെ നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അധികാര വികേന്ദ്രീകരണം വളരെ ഭംഗിയായി നടന്ന കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും നമുക്കറിയാം കുടുംബശ്രീ സംവിധാനങ്ങൾ നിലവിലുണ്ട്. വിവിധ അയൽക്കൂട്ടങ്ങൾ നിലവിലുണ്ട്. SNDP പോലെയുള്ള സംഘടനകൾക്ക് മൈക്രോ ഫൈനാൻസ് സംഘടനകളുണ്ട്. ഇതിൻ്റെ എല്ലാം ഒരു പ്രവർത്തനം എന്നുള്ളത് സ്ത്രീകളാൽ മാത്രം നടത്തപ്പെടുന്ന നിരവധി അയൽക്കൂട്ടങ്ങൾ സ്ത്രീകൾ വളരെ ഭംഗിയായിട്ട് നടത്തപ്പെടുന്നു. ഈ ഓരോ അയൽക്കൂട്ടങ്ങളുടെയും കേന്ദ്രീകൃതമായി CDS എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട്. ഒരു CDS ചെയർപേഴ്സന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും കോടിക്കണക്കിന് രൂപയുടെ ക്രയവിക്രയങ്ങളും നിരവധി പദ്ധതികളും ഒരു സ്ത്രീയുടെ നേതൃത്വത്തിൽ എല്ലാ സ്ത്രീകളെയും സംഘടിപ്പിച്ചുകൊണ്ട് വളരെ ഭംഗിയായിട്ട് അവർ നടത്തുന്നുണ്ട്. ഇതിൽ നിന്ന് വളർന്നു വരുന്ന ആളുകൾ പഞ്ചായത്ത് പ്രസിഡന്റുമാരായിട്ട്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരായിട്ട്, നിയമസഭാ സാമാജികരായിട്ടുണ്ട്. ഇവരിൽ എല്ലാവരും തന്നെ വളരെ നല്ല രീതിയിൽ അഡ്മിനിസ്ട്രേഷൻ നടത്തുന്നു, നല്ല രീതിയിൽ കുടുംബം നടത്തുന്നു. ദേശീയ തലത്തിൽ നാം നോക്കുമ്പോൾ ഇന്നത്തെ ആധുനിക രാഷ്ട്രീയ തലത്തിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രസ്ഥാനമായ കോൺഗ്രസിന്റെ അധ്യക്ഷയെ 15 വർഷമായി സോണിയാഗാന്ധി ഇരിക്കുന്നു. പ്രതിപക്ഷ നേതാവ് BJPയുടെ പ്രതിപക്ഷ നേതാവ് സുഷമ സ്വരാജാണ്. CPMന്റെ PBI അംഗമായി ബൃന്ദ കാരാട്ടിരിക്കുന്നു. ഇന്ത്യയിലെ നിരവധി സംസ്ഥാനങ്ങളിൽ മമതാ ബാനർജി, ജയലളിത, BSPയുടെ നേതാവ് മായാവതി തുടങ്ങി നിരവധി ആളുകൾ ഇന്ത്യയിലെ രാഷ്ട്രീയ രംഗത്ത് വളരെയധികം നിറഞ്ഞു നിൽക്കുന്നു. ലോകം കണ്ട ഏറ്റവും ശക്തിയായ പ്രധാനമന്ത്രി, ഇന്ത്യയുടെ ഉരുക്കുവനിത ശ്രീമതി ഇന്ദിരാഗാന്ധിയെ നമുക്കറിയാം. ഇതുകൂടാതെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് നാം നോക്കുമ്പോൾ ആനി ബെസന്റ്, ഓർത്തഡോക്സുകാരിയായ എലിസബത്ത് കുരുവിള, ഇവരെ നമുക്ക് കാണാം. അന്തർദേശീയ തലത്തിൽ നോക്കുമ്പോൾ സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി മാർഗരറ്റ് താച്ചർ, ബംഗ്ലാദേശിലെ വിവിധ പ്രധാനമന്ത്രിമാരായ ഷെയ്ഖ് ഹസീന തുടങ്ങി നിരവധി വനിതകൾ ഇരുന്നിട്ടുണ്ട്. പാകിസ്ഥാൻ പോലെയുള്ള യാഥാസ്ഥിക രാജ്യത്ത് പ്രധാനമന്ത്രിയായി ബെനസീർ ഭൂട്ടോ ഇരുന്നിട്ടുണ്ട്. സമീപകാലത്ത് അമേരിക്കയുടെ മിഷേൽ ഒബാമ വളരെയധികം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു. ശ്രീമതി ഹെലൻ കില്ലർ നമുക്ക് എല്ലാവർക്കും അറിയാം. സൗദി പോലെ രാജ്യത്ത് ചൂര കൗൺസിലിന്റെ അംഗമായി വനിതകൾ വന്നിട്ടുണ്ട്. ഒളിമ്പിക്സ്, ഗെയിംസ് തുടങ്ങിയ വിവിധ സ്ഥലങ്ങളിൽ വനിതകളുടെ പ്രവർത്തനം നമുക്കറിയാം. WCCയുടെ പ്രഥമ വനിതാ പ്രസിഡന്റ് സാറ ചാക്കോ, ജഡ്ജി അന്ന ചാണ്ടി, പോലീസ് മേഖലകളിൽ തുടങ്ങി എല്ലാ മേഖലകളിലും വിജയിച്ച സ്ത്രീകളെ നമുക്ക് കാണാം. ഫ്രാൻസിസ് ഒന്നാമൻ മാർപ്പാപ്പ ആദ്യമായി അഭിമുഖം കൊടുത്തത് അർജന്റീനയുടെ പ്രസിഡന്റ് ക്രിസ്റ്റീന ഒരു വനിതയായിരുന്നു. ഇതെനിക്ക് പറയാനുള്ളത്, എന്നെ ഖണ്ഡിക്കാൻ പോകുന്ന ആളുകൾ പറയാനുള്ളത്, പരാജയപ്പെട്ട ചില വ്യക്തിത്വങ്ങളെ ഇവിടെ നാം കണ്ടു. ആദ്യം അവതരിപ്പിച്ച ആളുകൾ പറഞ്ഞത് സ്ത്രീ അടങ്ങിയൊതുങ്ങി കുടുംബത്തിലിരിക്കണം. മറ്റൊരു വ്യക്തി പറഞ്ഞു സ്ത്രീക്ക് ചില സ്പേസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതുപോലെ ചില സ്പേസുകളിൽ സ്ത്രീകളെ ഒതുക്കി നിർത്തുകയാണ്. പരാജയപ്പെട്ട ചില വ്യക്തിത്വങ്ങളെ എടുത്തു കാണിച്ചുകൊണ്ട് സ്ത്രീകളുടെ മുന്നോട്ടുള്ള വരവിനെ തടയിടുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം. നമുക്കറിയാം കേരളത്തിൽ അറ്റം കൂട്ടിമുട്ടാത്ത മുണ്ടെടുത്ത് ഉയരുന്ന നമ്പൂതിരിമാരുടെ മുന്നിൽ മാറുമറയ്ക്കാതെ മുറ്റമടിച്ചിരുന്ന സ്ത്രീകൾ അവരുടെ മാറുമറയ്ക്കാനുള്ള സമരം നടത്തിയപ്പോൾ അതിനെ എതിർത്തവരാണ് പുരുഷന്മാർ. അത്തരമൊരു ചിന്തയാണ് നമ്മുടെ ഉള്ളിലുള്ളത്. സ്ത്രീകൾ മുന്നോട്ട് വരുമ്പോൾ നാം തടയുകയാണ്. സഭ ഒരു കൽപ്പന ഇറക്കി
സ്ത്രീകളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണം, സ്ത്രീകൾക്ക് ഭരണപരമായ രംഗങ്ങൾ പ്രാതിനിധ്യം കൊടുക്കണം എന്നുള്ളത്. പക്ഷേ അതിനുശേഷം നടന്ന സഭയുടെ വർക്കിംഗ് കമ്മിറ്റിയിലോ മാനേജിംഗ് കമ്മിറ്റിയിലോ ഒരു വനിതയെ പോലും ഉൾപ്പെടുത്തിയതായി നമുക്ക് കേട്ടതുമില്ല. 100 വർഷത്തെ സഭയുടെ ആഘോഷം നടത്തിയപ്പോൾ, ശതാബ്ദി ആഘോഷം നടത്തിയപ്പോൾ അതിന്റെ മുഖ്യധാരയിലൊന്നും ഒരു സ്ത്രീയുടെ പേർ നാം കേട്ടില്ല. നമുക്ക് കന്യാസ്ത്രീകളുണ്ട്. ഇതര സമുദായങ്ങൾ കന്യാസ്ത്രീകൾക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കുമ്പോൾ നമ്മുടെ ഒരു കന്യാസ്ത്രീകൾക്ക് പോലും ഒരു പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളുടെ ചുമതലയോ മറ്റു ചുമതലകളോ കൊടുക്കുന്നില്ല. ഇവിടെ എവിടെയെല്ലാമാണ് ഓർത്തഡോക്സ് സഭയ്ക്ക് മഠങ്ങളുള്ളത് എന്ന് നമുക്കറിയില്ല. അപ്പോൾ എല്ലാവരും പറയുന്ന ഒരു കാര്യം, ചില കാര്യങ്ങൾ ബൈബിളിലെ ആയാലും അല്ലെങ്കിൽ സമൂഹത്തിലെ ആയാലും പരാജയപ്പെട്ട ചില സ്ത്രീകളെ എടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് സ്ത്രീകളുടെ മുന്നോട്ടുള്ള വരവിനെ തടയിടുക എന്നുള്ളതാണ് എല്ലാവരും ശ്രമിക്കുന്നത്. അതിനുള്ള ഉദാഹരണങ്ങൾ ഇനി വരുന്ന മറ്റുള്ള ആളുകളും അവതരിപ്പിക്കുമെന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. പക്ഷെ എനിക്ക് പറയാനുള്ളത്, സ്ത്രീകളുടെ മുന്നോട്ടുള്ള വരവിനെ ഇത്തരം ചില തട്ടുതടമ്പൻ ന്യായങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് അതേവരെ തടയിടാതെ മുഖ്യധാരയിലേക്ക് സ്ത്രീകൾ കടന്നു വരണം. ഇതെല്ലാം നമുക്കറിയാം. ഈ സ്ത്രീകളെല്ലാം വളരെ നല്ല രീതിയിൽ എല്ലാത്തരം മേഖലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്, ഭരിച്ചിട്ടുണ്ട്, അവരുടെ കുടുംബങ്ങൾ നയിച്ചിട്ടുണ്ട്. മറ്റൊന്ന് പറയാൻ പോകുന്ന, സ്ത്രീകൾ മുന്നോട്ട് വന്നാൽ കുടുംബം തകരുമെന്നാണ്. വളരെ മാന്യമായ രീതിയിൽ ഭർത്താവിനെയും മക്കളെയും സ്നേഹിച്ച് അടങ്ങി ഒതുങ്ങിയിരുന്ന് കുടുംബം നടത്തുന്ന സ്ത്രീകളെ വഞ്ചിക്കുന്ന നിരവധി ഭർത്താക്കന്മാരുടെ ചരിത്രം, നേതൃത്വത്തിലേക്ക് വരുന്ന നിരവധി ഭർത്താക്കന്മാരുടെ ചരിത്രം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനെന്താണ് നമുക്ക് ഉത്തരം? സ്ത്രീകൾ മുഖ്യധാരയിലേക്ക് വരുന്നതല്ല പ്രശ്നം. സ്ത്രീകൾ മുഖ്യധാരയിലേക്ക് വന്നുകൊണ്ട് കുടുംബം തകരില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് സ്ത്രീകളെ മുഖ്യധാരയിലേക്ക് കടന്നു വരുവാൻ വരും വർഷങ്ങളിൽ നമ്മുടെ ഇടവകയിലും റാസൽ കൈമ, ഫുജറ പോലുള്ള പള്ളികളെല്ലാം തന്നെ വനിതാ അംഗങ്ങൾ കമ്മിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞു. നമ്മുടെ ഇടവകയിലും അതൊരു മാതൃകയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സഭയുടെ വരുംകാല പ്രവർത്തനങ്ങളിൽ എല്ലാ മേഖലകളിലും സ്ത്രീകൾക്ക് കടന്നു വരുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു.